ിനെതിരായ ആക്ഷേപം നിയമസഭയിൽ ഇതുവരെ എന്തുകൊണ്ടാണ് ഉന്നയിക്കാത്തത്? അതൊരു ആക്ഷേപമായിട്ട് ഞങ്ങൾ കണക്കാക്കണില്ല. അതിന് മറുപടി പറയേണ്ട ആൾക്കാർ ശക്തമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ജലീലിന് കൊടുക്കേണ്ട മറുപടി ഫിറോസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെന്താ വേറെ നിയമസഭയിൽ കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ്? അല്ലാതെ എത്രയോ പ്രാവശ്യം അവിടെ UDF ആഭിമുഖ്യത്തിൽ ശക്തമായുള്ള പ്രക്ഷോഭം അവിടെ നടന്നില്ലേ? UDF ആഭിമുഖ്യത്തിൽ പിന്നെ പ്രതിപക്ഷ നേതാവടക്കം പങ്കെടുത്ത ഒരുപാട് പരിപാടികൾ അവിടെ വെച്ച് നടന്നല്ലോ ജലീലിനെതിരായിട്ടുള്ളത്. വീണ്ടും ഒരു പുതിയ ഘട്ടത്തിലാണ് സമരത്തിന്റെ. അല്ല, സമരം ഇനി ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് UDF-ഉം മുസ്ലിം ലീഗും അതിന്റെ മുൻനിരയിലുണ്ടാവും. അത് ഞങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യും. ആ സർവകലാശാലയ്ക്ക് വേണ്ടി എടുത്ത സ്ഥലത്തിൽ വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ട്. ഇന്നിപ്പോ അവിടെ സമരമാണ്. ആ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. അത് പകൽ പോലെ വിളിച്ചാണ് എല്ലാവർക്കും. അത് പുറത്തു കൊണ്ടുവരും. അതിന് വരെ ശക്തമായുള്ള പ്രക്ഷോഭമായിട്ട് മുസ്ലിം വെല്ലുവിളിക്കുന്നു. അതാണ് എന്തുകൊണ്ട് നിയമസഭയിൽ ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ല, ജലീലിന് ഇപ്പൊ എന്തും പറയാന്ന്. ജലീലിന് എന്തും പറയാം. ജലീൽ അങ്ങനെ തുറന്നു പൊട്ടിക്കുന്ന ഒരു രൂപത്തിലുള്ളതാണ്. അതിന് മറുപടി പറയേണ്ട ആൾക്കാർ, ബന്ധപ്പെട്ട ആൾക്കാർ കൃത്യമായിട്ട് അതിന് മറുപടി പറയുന്നുണ്ട്. നിയമസഭ ചേരുന്ന സമയത്ത് ഇത്തരം വിവാദം ഉണ്ടാകുമ്പോൾ ഏറ്റവും ശക്തപ്പെട്ട ഉന്നയിക്കാൻ നിയമസഭയിൽ തന്നെയല്ലേ? അല്ലെ, നിയമസഭക്കകത്തും പുറത്തും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ട സമയത്ത് ഞങ്ങൾ പറയും. നിയമസഭയിൽ ഉന്നയിച്ചേക്കോ? അല്ല, അത് ഞാൻ പറഞ്ഞ നിയമസഭക്കകത്ത് പറയേണ്ട അവസരം കിട്ടുകയാണെങ്കിൽ ഞങ്ങളത് പറയും. ഇത് ഞങ്ങൾ പറഞ്ഞതാണ്. ഈ സംസ്കൃത സർവകലാശാലയുമായി ബന്ധപ്പെട്ട്, സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ മലയാള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പല്ലേ? അത് ഉന്നയിച്ചു. മുന്നെന്താണ് ഇത് വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യം എന്താണ്? ഇത് ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷിക്കണം. അത് പുറത്തു കൊണ്ടുവരണം. വ്യാപകമായ അഴിമതി വലിയ തോതിലുള്ള ഇത് നടന്നിട്ടുള്ള വിഷയത്തില് എന്നുള്ളത് എല്ലാം പകൽ പോലെ വിളിച്ചാണ്. നിയമ നടപടി അല്ല, അത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ആലോചിക്കേണ്ടതാണ്. നമുക്കിപ്പോ ആവശ്യമെങ്കിൽ അത് ചെയ്യും. ലീഗ് എന്നുള്ള കാര്യത്തിന് തർക്കവും വേണ്ട. ഈ സർക്കുലറിലെ ഒരു വിവാദമായതിനു ശേഷം നേതാക്കൾ ആരെങ്കിലും വിളിച്ചിരുന്നോ? ആരും വിളിച്ചിട്ടില്ല. ഞാൻ തന്നെ സർക്കുലർ പരിശോധിക്കുക ഇത് സംഭവം എന്താണെന്ന് ചോദിച്ചത്. അല്ല, മുസ്ലിം ലീഗ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറി എന്നോട് ചോദിച്ചു, ഇങ്ങനെ അമിത സർക്കുലർ കണ്ടോ, ഇങ്ങനെ സർക്കുലർ ഇതുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് ഞായറാഴ്ച മീറ്റിംഗ് കഴിഞ്ഞുകൊണ്ടാണ് നിയമസഭയ്ക്ക് പോകുന്നതാണ്. എന്നാലും അങ്ങനെ ഇതുണ്ട്, നോക്കോളൂ എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുകയും ചെയ്തു. ഇത് ഇന്നലെ വിവാദമായതിന് പിന്നാലെ തന്നെ ഗോവിന്ദമാഷ് പറഞ്ഞത് പ്രതിപക്ഷത്തുനിന്ന് ഒരു നേതാവ് ഇതിൽ സന്നദ്ധ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞു വെച്ചു. ഈ വിവാദമായതിന് പിന്നാലെ തന്നെ അത് ഏതാണ് നേതാവാണെന്ന് എനിക്കറിയില്ല. ആ ഗോവിന്ദമാഷോട് തന്നെ ചോദിക്കണം. പേര് വെളിപ്പെടുത്തുന്ന ഗോവിന്ദമാഷത് എന്തിനാ ഭയപ്പെടുന്ന ഈ വിഷയത്തില്? അങ്ങനെ ഒരു നേതാവ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ നേതാവിന്റെ പേര് ഗോവിന്ദമാഷിക്ക് പറഞ്ഞുകൂടാ? ഇതുമായി ബന്ധപ്പെട്ട നവകേരളദാസ് ഉണ്ടായപ്പോ സർക്കാരിന്റെ മന്ത്രിമാരും എല്ലാവരും ഓരോ ജില്ലയിലും വന്ന്, മണ്ഡലത്തിലും വന്ന് വിഷയങ്ങൾ നേരിട്ട് കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. അന്ന് വിട്ടു നിന്നത് സ്വാഭാവികമായിട്ടും ഈ മലപ്പുറം ജില്ലയിലെ ലീഗിന് വലിയ ക്ഷീണം ഉണ്ടാക്കിയ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. എന്നാൽ സർക്കാരിനെതിരെ പറയാൻ അങ്ങനെ വിലയിരുത്തലൊന്നും ഉണ്ടായിട്ടില്ല. അതപ്പോ ഐക്യ ജനാധിപത്യ മുന്നണി ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഈ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഈ പ്രവർത്തനത്തിന് ഗുണകരമായ തീരുമാനങ്ങൾ എടുക്കുള്ളൂ. അതെപ്പോഴത് ഗുണമായിട്ടേ ഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ ചിന്തിച്ചിട്ടും ആലോചിച്ചിട്ടും തന്നെയുള്ള UDF സംസ്ഥാന കമ്മിറ്റി ഇത്തരം വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കാറുള്ളൂ, തീരുമാനമെടുക്കാറുള്ളൂ.